കഴിഞ്ഞ വെള്ളിയാഴ്ച ചേരേണ്ടിയിരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇന്ന് ചേരുന്നത്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് അതിന് സാധിച്ചില്ല എന്നുള്ളതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യഘട്ട അവലോകനം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള വിവാദങ്ങൾ, ജാവദേക്കർ EP ജയരാജൻ കൂട്ടുകെട്ട് എന്നുള്ള വിഷയം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ കാര്യത്തിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയും LDF കൺവീനറുമായ EP ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞതിലൂടെ ഉണ്ടായിട്ടുള്ള ക്ഷീണം, പാർട്ടിക്കുണ്ടായിട്ടുള്ള അവമതിപ്പ് എന്നിവയെല്ലാം തന്നെ ചർച്ചാ വിഷയമാകും എന്നുള്ളതാണ് പ്രധാന കാരണം. ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളോ TG നന്ദകുമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളോ ഒന്നും തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ ഇത്തരമൊരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ സംഭവം ഉണ്ടായിട്ട് അത് പാർട്ടിയോട് മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അനവസരത്തിൽ EP ജയരാജൻ അത് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് തീർച്ചയായും ചർച്ചാ വിഷയമാകും. പാർട്ടിയുടെ മുതിർന്ന അംഗങ്ങൾ, സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള പിണറായി വിജയൻ ഇത് ശരിയായില്ല, EP ജയരാജൻ എന്ന വ്യക്തിക്ക് മുമ്പും ഇത്തരം വീഴ്ചകളുണ്ട്, ഇപ്പോഴും അദ്ദേഹം നടത്തിയിട്ടുള്ള കൂട്ടുകെട്ടുകൾ ശരിയല്ല എന്ന് TG നന്ദകുമാറുമായുള്ള സൗഹൃദ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിരുന്നാലും ഇത്തരം ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് EP ജയരാജനെ സമ്പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് EP ജയരാജൻ. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യാതൊരുവിധ നടപടികളും എടുത്ത് മാറ്റുവാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മാറുകയും ചെയ്യും. കേന്ദ്ര കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യുന്നതനുസരിച്ച് EP ജയരാജന്റെ LDF കൺവീനർ സ്ഥാനം ഉൾപ്പെടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ച വന്നു, ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നു എന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ശക്തമാണ്. EP ജയരാജൻ ആദ്യമായിട്ടല്ല വിവാദങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇതിനു മുമ്പും നിരവധി തവണ പാർട്ടിയെ വിവാദത്തിലേക്ക് നയിക്കുന്നതിൽ EP ജയരാജൻ ഭാഗവാക്കാക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ EP ജയരാജൻ ഒരു ചർച്ചാ വിഷയമാകും. ജയരാജനെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയരും. എത്ര നല്ല വിശദീകരണങ്ങൾ ജയരാജൻ നൽകിയാലും പാർട്ടിക്ക് പൊതുജന മധ്യത്തിന് മുമ്പിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയും ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആരും തന്നെ ഇതുവരെ BJPയുമായിട്ട് ഇത്തരമൊരു ചർച്ച നടത്തുകയോ BJP പാളയത്തിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല കേരളത്തിൽ. അത്തരമൊരു സാഹചര്യത്തിൽ കേരളം പോലെ സുശക്തമായിട്ടുള്ള CPMന്റെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി സംഘടനയ്ക്കകത്തു നിന്നും ആ സംഘടനാബോധത്തിന് വ്യത്യസ്തമായ രീതിയിലേക്ക് വ്യതിരക്തമായി ചിന്തിച്ചുകൊണ്ട് EP ജയരാജൻ പ്രവർത്തിച്ചു എന്നുള്ള തരത്തിൽ വ്യാഖ്യാനങ്ങൾ വരുന്നത് തന്നെ പാർട്ടിയുടെ അച്ചടക്കത്തിന് കളങ്കമുണ്ടാക്കുന്നതാണ്. അത് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. അതിൻ്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രസ്താവന. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ആ നിലയ്ക്ക് തന്നെയാകും ചിന്തിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദിവിഷ് മാർഷൽ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ 3 തവണ കൂടിക്കാഴ്ച നടന്നു എന്നൊക്കെ പറയുമ്പോൾ TG നന്ദകുമാറാണ് അതിനെ തള്ളിക്കളയുന്നത്. TG നന്ദകുമാർ തള്ളിക്കളയുന്നു എന്നതുകൊണ്ട് EPക്ക് യാതൊരു ആശ്വാസവും കിട്ടില്ല. കാരണം TG നന്ദകുമാർ എപ്പോൾ വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത ഈ അടുത്ത സമീപകാലത്ത് നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ ഇതെങ്ങനെയാണ് EP, ഇപ്പോൾ പാർട്ടി വളരെ ശക്തമായൊരു നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ EPക്ക് എങ്ങനെ ഈ കാര്യങ്ങളെ, ഇപ്പോൾ അന്നത്തെ ആ പോളിംഗ് ഡേയിൽ ആദ്യം ഈ ചായ കുടിച്ച കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വലിയ പൊല്ലാപ്പിലേക്കൊക്കെ പോയത്. ഒരു ദിവസം വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി മാറി മറിഞ്ഞേനെ. അദ്ദേഹം എങ്ങനെ സ്വയം പാർട്ടിക്കുള്ളിൽ ഇനി ഈ കാര്യങ്ങളെ, അദ്ദേഹത്തിനെതിരെ വരുന്ന നടപടികളെ പ്രതിരോധിക്കും? EP ജയരാജന് ഇക്കാര്യങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി കഴിയുന്നത് ഒറ്റ കാരണത്താലാണ്. ഒന്ന്, ശോഭാ സുരേന്ദ്രൻ TG നന്ദകുമാർ ഇഷ്യൂ ഉണ്ടാകുന്നു. ആ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് EP ജയരാജൻ കണ്ടു എന്നുള്ള രണ്ടാമത്തെ വിഷയം ഉണ്ടാകുന്നത്. അതായത് ശോഭാ സുരേന്ദ്രനും TG നന്ദകുമാറും തമ്മിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനെതിരെ ശക്തമായ ആരോപണവുമായി TG നന്ദകുമാർ രംഗത്ത് വരുന്നു. എന്നാൽ ആ ആരോപണത്തെ തന്നെ തിരിച്ചുവിടുന്ന തരത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ തന്നെ നിലപാട് വ്യക്തമാക്കുകയും EP ജയരാജൻ്റെ പേര് സൂചിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നിടത്താണ് EP ജയരാജൻ പ്രതിരോധത്തിലാകുന്നത്. ഒരുപക്ഷെ പാർട്ടി നേതൃത്വം തന്നെ ചോദിക്കുന്നതോ ഒരാഴ്ച മുമ്പെയാണ് ഇത്തരമൊരു വിവാദമുണ്ടെങ്കിൽ പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ പ്രധാനം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ BJPയിലേക്ക് കൂടുമാറുന്നവരാണ് എന്നുള്ളൊരു പ്രചരണ തന്ത്രമായിരുന്നു CPMും LDFും സ്വീകരിച്ചിരുന്നത്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിൽക്കുന്ന കേരളത്തിൽ LDFന്റെ തന്നെ കൺവീനർ പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തുന്നു എന്ന തരത്തിലേക്ക് വരുന്ന ചർച്ചകൾ തെരഞ്ഞെടുപ്പിനെ രൂക്ഷമായി ബാധിക്കും. അതോടൊപ്പം തന്നെ CPM എന്ന പാർട്ടിയുടെ അണികളിൽ വളരെയധികം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യും. ഇത്തരം വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി ഭാഗഭാക്കായിരിക്കുന്നു, കാരണക്കാരനായിരിക്കുന്നു EP ജയരാജൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതെങ്ങനെ വിശദീകരിച്ച് വ്യക്തമാക്കുവാൻ വേണ്ടി EP ജയരാജന് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, ഇത് ശോഭാ സുരേന്ദ്രൻ
TG നന്ദകുമാർ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്, അതിലേക്ക് താൻ വലിച്ചിഴക്കപ്പെട്ടതാണ് എന്ന് EP തന്റെ ഭാഗം ന്യായീകരിക്കുവാണെങ്കിലും അദ്ദേഹത്തിന്റെ മുമ്പിൽ വിശദീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. കാരണം EP ജയരാജനെ ജാവ്ദേക്കർ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകന്റെ ഫ്ളാറ്റിലെത്തി കാണുന്ന വിവരം പാർട്ടി സെന്ററിനെ കൃത്യമായി EP ജയരാജൻ അറിയിച്ചുവോ? അതിലുള്ള വിശദീകരണം അന്നേ അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ എങ്കിൽ ഒരുപക്ഷെ EP ജയരാജന് പാർട്ടി സെന്ററിന് മുമ്പിലേക്ക് പറയാൻ പറ്റും, ഇനി ഞാൻ അന്നേ സൂചിപ്പിച്ചതാണ് ജാവ്ദേക്കർ വന്നിരുന്നു ഇങ്ങനെ സംസാരിച്ചു പോയി.